ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 3 കാണാക്കാഴ്ചകൾ എപ്പിസോഡാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. നമ്മുടെ ബിഗ് ഷോയിൽ കാണിച്ച്, അതായത് നമ്മളെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തത് കൂടാതെ ലൈവിലുണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഞാനിതിൽ കൂടുതൽ പറയുന്നത്. എങ്കിലും ഒരു റിവ്യൂ, ഫുൾ ഡേ റിവ്യൂ ഇതിനകത്ത് ചെയ്യുന്നത് കൊണ്ട് ചുരുക്കി ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു പോവുകയാണ്. രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നത് അവരവിടെ അരങ്ങേറിയ കുറച്ച് പൊറോട്ട നാടകങ്ങൾ, അവർ കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് സ്വന്തമായിട്ട് കാണിച്ചു കൂട്ടിയ കുറേ കോപ്രായങ്ങളെ അത് ഡ്രാമയായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് യഥാർത്ഥത്തിൽ അത് 7ൻ്റെ പണിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ അവർ ഡ്രാമയായിട്ട് റീക്രിയേറ്റ് ചെയ്ത് കുളമാക്കി. അതിനുശേഷം മോർണിംഗ് ടാസ്കിന് ശേഷം പിന്നീടുണ്ടായ കുറച്ച് സംഭവവികാസങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ വിഷയം പ്രശ്നമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കവിടെ വീണ്ടും പണിപ്പുരയുടെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. പണിപ്പുര ടാസ്ക് ചീട്ടെടുത്ത് ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരവരുടെ ഡ്രസ്സുകൾ കളക്ട് ചെയ്യുന്നതായിരുന്നു. അതിലും പരാജയപ്പെട്ടു. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീട് പൊതുവെ നാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം വേറൊന്നുമല്ല, മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഇപ്പോൾ 2-3 ദിവസമാകാൻ പോകുന്ന ഇവരൊക്കെ ഓരോരുത്തരും അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, കുളിക്കാതെയും നനയ്ക്കാതെയും ഒക്കെ. അത്രയും വലിയൊരു പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെയായി. പിന്നീട് നമ്മുടെ ശാരികയുടെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയും കാണിച്ചിട്ടുണ്ട്, ഇന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ശാരിക ക്യാമറയുടെ മുന്നിൽ നിന്നും പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തനിക്ക് മറ്റേ അണ്ടർ ഗാർമെൻറ്റ്സ് വിഷയം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു, എൻ്റെ മറ്റേ റിവ്യൂ വിഷയം കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാമായിരുന്നു, എനിക്കത്രയും ഒരിത് കിട്ടിയില്ല, എങ്കിൽ കുറച്ചും കൂടി എനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു, പുറത്തേക്ക് നല്ല പബ്ലിസിറ്റി കിട്ടിയേനെന്നൊക്കെ ഒരു വീരവാദം മുഴക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണുകളിലെ പോലെ ഒരു സ്പിരിറ്റ് ഈ സീസണിൽ വന്നിട്ടില്ല. ആകെ 2 ദിവസം ആയതേ ഉള്ളൂ. അതിന് മുന്നേ ആൾ വിചാരിക്കുന്നതിനപ്പുറത്ത് എത്തിയില്ല എന്നുള്ള ഒരു ചർച്ചയാണ് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ കത്തിക്കയറണം. അപ്പാനിയാണെങ്കിൽ അനീഷിനെ പുറത്താക്കാനുള്ള കുതന്ത്രങ്ങളൊക്കെ ഒരു ഭാഗത്തൊരു ഗ്രൂപ്പായിട്ടിരുന്ന് മെനയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ശത്രുവായി മാറിയിരിക്കുകയാണ് ഷാനു. കാരണം അതിനിടയ്ക്ക് അനുവിനെ ചൊറിഞ്ഞുകൊണ്ട് ഡോക്ടറിനെ അപമാനപ്പെടുത്തി, ഡോക്ടർ എന്ന പദവി അപമാനപ്പെടുത്തിയെന്നും പറഞ്ഞ് തമാശ മട്ടിൽ അവതരിപ്പിച്ച കാര്യം സീരിയസ് ആയി. യഥാർത്ഥത്തിൽ അത് അനുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അതിപ്പോൾ ബിഗ് ബോസ് വീട്ടിലൊരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണിപ്പുര ടാസ്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നീട് കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ, ചായ കേസ്, ചായ ഇട്ടതിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു. കുറച്ച് പേർക്ക് ചായ വേണ്ട, കുറച്ച് പേരിടുന്ന ചായ കൊള്ളില്ല, സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ചായ ഗ്യാസ് ഓഫാക്കുന്നു, ഓണാക്കുന്നു, അങ്ങനെ കുറേ സീൻ കഴിഞ്ഞു. അതെല്ലാം നമ്മുടെ ലൈവിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് ചാനലിൽ കാണിച്ചെങ്കിലും ഇതൊക്കെ തന്നെ നടന്നു. വൈകുന്നേരമായപ്പോൾ അടുത്ത ടാസ്ക് കൊടുക്കുകയുണ്ടായി. എന്നാൽ എല്ലാവരും ഇങ്ങനെ ഇരുന്നാൽ പോരാ, വീണ്ടും 7ൻ്റെ പണി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങളിൽ ആർക്കാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് ക്യാപ്റ്റൻ ഒഴികെ ബാക്കി എല്ലാവരെയും, ക്യാപ്റ്റനെ പറയാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരെയും സെലക്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് 4 പേരെ ഓരോരുത്തരും സെലക്ട് ചെയ്യണം. ആരൊക്കെ 4 പേരാണ് പുറത്തു പോകേണ്ടത് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പുറത്തേക്ക് പോകണമെന്ന് വോട്ട് വന്നത് ഷാനവാസിനും ഷൈത്യയ്ക്കും ജിസേലിനും അതോടൊപ്പം തന്നെ ബിൻസിക്കുമായിരുന്നു. ഈ 4 പേർക്കുമുള്ള ടാസ്ക് എന്ന് പറയുന്നത്, ഇവർ പുറത്തൊരു കൊച്ചു കട്ടിൽ കിടപ്പുണ്ട്. ആ കട്ടിലിൽ കിടന്ന് മാത്രമേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ ഉണർന്നിരിക്കണം. ഇനി അഥവാ ബാക്കി ആരെങ്കിലും അവിടെ താഴെ കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഇരുന്ന് ഉറങ്ങിപ്പോയാൽ അകത്തുനിന്നുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കെങ്കിലും വന്ന് അതുപോലെ അവരെ എടുത്തു കൊണ്ടുപോയി ഡേഞ്ചറസ് സോണിൽ ഇരുത്തുകയും അപ്പോൾ തന്നെ അവർ എവിക്റ്റായി പുറത്തു പോവുകയും ചെയ്യും. ഇതാണ് ടാസ്ക്. അങ്ങനെ പുറത്തു പോകുന്ന മത്സരാർത്ഥിക്ക് പിന്നെ തിരിച്ചു പ്രവേശനമില്ല, എവിക്ഷനിൽ പോവുകയാണ്. അങ്ങനെ ചെയ്യാൻ അപ്പാനി ഒരു നടത്തി, പക്ഷേ ജിസേൽ അത് പരാജയപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ ഉറങ്ങാൻ സമയമായപ്പോൾ അവിടെ രേണുസുതിയും നെവിനും തമ്മിലൊരു ചർച്ച വരുന്നു. നിങ്ങൾ ഒരു വലിയ നാടകം അവിടെ അരങ്ങേറി, നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ വരുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ളത്തരം പറയുന്നത്, മീഡിയാസിന് മുമ്പിൽ കള്ളത്തരം പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ രേണുസുതി ആ സത്യം തുറന്നു പറയുകയാണ്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, ശരിക്കും എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ഇട്ടതും തുറന്നു പറഞ്ഞതും. യഥാർത്ഥത്തിൽ എന്നെ വിളിച്ചത് ഇതൊക്കെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, അവസാന നിമിഷം എനിക്ക് വന്ന വിളിയാണ് ആ ഒരു ലെറ്ററും പിന്നെ കോളുമൊക്കെ. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിളി വന്നില്ല. പിന്നീടാണ് ഷൂട്ട് ചെയ്തതും എടുത്തതുമൊക്കെ. അതൊരു പക്ഷേ ഇതൊക്കെ കണ്ടതിന് ശേഷമായിരിക്കാം ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം പുറത്തേക്ക് പറയുകയാണ്. അല്ലാതെ എനിക്ക് കോളൊന്നും ആ സമയത്ത് വന്നിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ് എന്ന് രേണുസുതി പറയുന്നു. അതിനുശേഷമാണ് ഞാനിവിടെ എത്തിയതെന്നും പിന്നീട് രാവിലെ വരെ ഈ പുറത്താക്കിയ ടീമുകൾ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മാറിയും തിരിഞ്ഞുമൊക്കെ ഉറങ്ങി എണീറ്റും അങ്ങനെ മോർണിംഗ് വരെ അവരുടെ കാര്യം തീർത്തു.